മരിച്ചു കിടക്കുന്നവരുടെ ഖബർ ഈ മുകൾ ഭാഗത്തുണ്ട്. ഇവർക്ക് ആർക്കെങ്കിലും ഇനി ഒരു സുബ്ഹാനല്ലാഹ് എല്ലാം കഴിയോ? സുബ്ഹാനല്ലാഹ് ഒരു സുബ് രണ്ടക്ഷരം ചെല്ലാൻ കഴിയോ? ഒരു വിരലനക്കാൻ കഴിയോ? അത് ലാസ്റ്റ് ശ്വാസം വരെയല്ലേ ഉള്ളൂ. 40 കൊല്ലം പള്ളിയിൽ ബാങ്ക് കൊടുത്താൽ ഈമാനില്ലാതെ മരിച്ചുപോയ ചരിത്രമുണ്ട് കിതാബിൽ. ഇത് കേൾക്കുമ്പോ നമുക്കൊരു ബേജാറ് വേണ്ടേ? നമുക്ക് ഈമാനോടെ മരിക്കണ്ടേ? യമൂത്തുൽ മർഉ അലാ മാ ആശ അലൈഹി, അവനവൻ എങ്ങനെ ജീവിച്ചോ അതിനനുസരിച്ചിട്ടാ മരണപ്പെടുക. അദ്ദുന്യാ സഅ, ദുനിയാവ് എന്ന് പറഞ്ഞാൽ കുറച്ച് സമയങ്ങളാണ്. ആ സമയത്തിനൊക്കെ മോനെ നീ ഇബാദത്താക്കി മാറ്റണം. ഒരാൾക്കും മഹ്ശറയിൽ പോയിട്ട് പറയാൻ കഴിയൂല എന്ത് 24 മണിക്കൂർ കിട്ടി എന്നുള്ളതൊക്കെ, അഥവാ 86,400 സെക്കൻഡിന്റെ മലയാളമാണ് 24 മണിക്കൂർ. അത് കിട്ടി എന്നുള്ളതൊക്കെ, പക്ഷെ എന്താ ചെയ്യേണ്ടത് ഒരു പിടുത്തം കിട്ടിയില്ല. അങ്ങനെയൊക്കെ പറയുകയോ? ഈ 24 മണിക്കൂറിന്റെ ഉള്ളിൽ എന്താ ചെയ്യേണ്ടത് ഒരു പിടുത്തം കിട്ടിയില്ല. അങ്ങനെ ആർക്കെങ്കിലും പറയുകയോ? മഹ്ശറയിൽ എന്തെല്ലാം ഓപ്ഷൻ ഉണ്ട്? സ്വലാത്തുണ്ട്, ദിക്റുണ്ട്, ഖുർആനോത്തുണ്ട്. ഒരു സുബ്ഹാനല്ലാഹ്ന്റെ സമയം പോലും നമ്മൾ ആഖിറത്തിൽ ചെലവഴിക്കാത്തവരായി മാറരുതെന്ന് കിതാബുകളിൽ കാണും. ജീവിതത്തിൽ എന്താണോ കൂടുതൽ ചെയ്യുന്നത് എന്ന് ആരോടും ചോദിക്കേണ്ട. നമ്മളോട് തന്നെ സെൽഫി എടുത്ത് ഹൃദയത്തിലേക്ക് ഒരു ക്ലിക്ക് ചെയ്തിട്ട് ചോദിക്കുക, ഞാൻ എന്താ ജീവിതത്തിൽ കൂടുതൽ ചെയ്യുക? എന്റെ മക്കൾ കൂടുതൽ സമയം കാണുന്നത് ഖുർആൻ ഒന്നാണോ ഫോൺ ഉപയോഗിക്കുന്നതായിട്ടാണോ? നമ്മളോട് ചോദിക്കുക.